ഓരോരുത്തർക്കും സങ്കടം വരുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്യുന്നതും മാറ്റിക്കളയുന്നതും ഒക്കെ ഓരോ രീതിയിലല്ലേ. നമ്മുടെ മിസ്റ്റർ പോഞ്ഞിക്കര പറയുന്ന പോലെ സങ്കടം വന്നാൽ ഞാനൊരു പപ്പടം എടുത്ത് വെച്ച് കാച്ചും, അല്ലെങ്കിൽ ആ ചട്ടുകം എടുത്തങ്ങ് ഇളക്കും. ഇനി ഞാൻ എങ്ങനെയാണെന്നറിയോ, സങ്കടം വന്നാൽ ഞാൻ നേരെ ഒരു ഷോപ്പിങ്ങിന് പോകും, അതല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പോകും. ഇതൊന്നും അല്ലെങ്കിൽ ഞാൻ സലോണിൽ പോയി എനിക്ക് ഇഷ്ടമുള്ള ഒരു ഹെയർ കട്ടോ അല്ലെങ്കിൽ ഒരു ഹെയർ കളറിങ്ങോ എന്തെങ്കിലും അങ്ങ് ചെയ്യും. അപ്പോൾ ഇച്ചിരി സമാധാനം കിട്ടും. അങ്ങനെ ഞാൻ വളരെ മൂഡ് ഔട്ടായ ഒരു വീക്കെൻഡ് ആയിരുന്നു ഇത്. മൂഡ് ഔട്ടിൻ്റെ റീസൺ വേറൊന്നുമല്ല, നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് 100% സിൻസിയറായിട്ട് ഒത്തിരി എഫേർട്ട് ഇട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം തീരെ അങ്ങോട്ട് ശരിയാവാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, ആ ഒരു ഫീലിങ്ങിലായിരുന്നു ഞാൻ. ബൈ ദ വേ, നമുക്ക് നേരെ നമ്മുടെ ഹെയർ കട്ടിലേക്ക് വരാം. ഒത്തിരി നാളായിരുന്നു ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട്. ഹെയർ കളറിംഗ് ആണെങ്കിൽ ഏകദേശം 1.5 വർഷത്തിന് മേലെയായി. അതുകൊണ്ട് അത് ആകെ ഡള്ളായി ഒരു വിയേർഡ് ലുക്കിലോട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്തപ്പോൾ അധികം എടുത്തറിയാത്തൊരു സട്ടിൽ കളറാണ് പിന്നെ ചൂസ് ചെയ്തത്. അതവർ പറഞ്ഞതുപോലെ തന്നെ ഭംഗിയായിട്ട് ചെയ്തു തന്നു. പിന്നെ അധികം വോളിയം ഒന്നും ഇല്ലാത്ത ഹെയർ ആയതുകൊണ്ട് വലിയ പരീക്ഷണങ്ങളൊന്നും എനിക്ക് ഹെയർ കട്ടിൽ നടത്താനായിട്ട് പറ്റാറില്ല. എങ്കിലും ഞാൻ എപ്പോഴും ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ഷോർട്ട് ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്താണ് ഹെയർ കട്ട് എപ്പോഴും ചെയ്യാറുള്ളത്. പറഞ്ഞതുപോലെ തന്നെ അവർ അതും ചെയ്തു തന്നു. ഇങ്ങനെയായിരുന്നു ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇവോൾ എന്ന് പറഞ്ഞൊരു സലോൺ ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ, അവിടെയാണ് നമ്മൾ ചെയ്തത്. പിന്നെ ആസ് യൂഷ്വൽ തിരിച്ച് വീട്ടിൽ വന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തിരിഞ്ഞു മറിഞ്ഞൊക്കെ നിന്ന് ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് 2 സെൽഫി ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പം എനിക്കങ്ങ് സമാധാനമായി. എന്റെ ഹെയർ കട്ട് എങ്ങനെയുണ്ട്? നല്ലതാണ്. ഇതായിരുന്നു നേരത്തെ ഇടുന്നല്ലേ, ഈ ഷോർട്ടില്ല അല്ലേ? ഇത് റെഡാ, റെഡും മറ്റേ കളർ. താങ്ക് യു. സോ ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ഇതുപോലെ ഹെയർ കട്ട് ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഹെയർ കട്ടിന്റെ കാശ് പോയതിന്റെ സങ്കടം വരും. അപ്പോൾ ആ സങ്കടം മാറിയില്ലേ? ഇപ്പോൾ ഒരു സങ്കടം, വേറെ സങ്കടം വന്നില്ലേ? അതാണ്.